നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 പേർ മരിച്ചു. കൊട്ടിയത്ത് നിർത്തിയിട്ട ടാങ്കർ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറി 2 മരണം. മാവേലിക്കര ചാരുമൂട്ടിൽ പിക്കപ്പ് വാൻ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങളെ പ്രധാനമന്ത്രി ഉപയോഗിക്കുകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP. രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും കീഴ്വഴക്കങ്ങളും കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നു. അധികാരം എന്നും നിലനിർത്താനുള്ള BJPയുടെ നീക്കത്തെയാണ് പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതെന്നും പ്രേമചന്ദ്രൻ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. ഫാർമസിക്ക് സമീപത്തു നിന്നുമാണ് ചെടി കണ്ടെത്തിയത്. ആശുപത്രി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എക്സൈസ് പരിശോധിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടിയത്തുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പരവൂർ കലൈക്കോട് സ്വദേശികളായ ചാൾസ്, സാൻജോ സി ലൂയിസ് എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയുടെ ഭാഗമായ ഉയരപ്പാതയിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉമേന്നല്ലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയുടെ ഭാഗമായ ഉയരപാതയിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയാണ് കാർ യാത്രികരായ യുവാക്കൾ തൽക്ഷണം മരിച്ചത്. പരവൂർ കലയ്ക്കോട് പാലവിളത്തെക്കതിൽ ഷാജി സാമുവൽ, ജാസ്മിൻ ദമ്പതികളുടെ മകൻ ചാൾസ്, കലയ്ക്കോട് തൊടിയിൽ വീട്ടിൽ സെട്രിക്, എലിസബത്ത് ദമ്പതികളുടെ മകൻ സാൻജോ സി ലൂയിസ് എന്നിവരാണ് മരിച്ചത്. ബീഹാർ സ്വദേശിയായ ലോറി ഡ്രൈവർ ചന്ദേശ്വർ പ്രസാദിന് അപകടത്തിൽ പരിക്കേറ്റു. ഇദ്ദേഹത്തെ മേവറത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉമേനല്ലൂർ മുസ്ലിം ജമാഅത്തെ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. കൊട്ടിയം ഭാഗത്തു നിന്നെത്തിയ കാർ സർവീസ് റോഡിൽ നിന്ന് ഉയരപ്പാതയിലേക്ക് കടന്ന ശേഷം 100 മീറ്റർ എത്തും മുമ്പ് അപകടം സംഭവിച്ചു. നിർമ്മാണം പൂർത്തിയായ ഉയരപ്പാതയിൽ കരാർ കമ്പനിയുടെ ടാങ്കർ ലോറി നിർത്തിയിട്ട് ഡ്രൈവർ ലോറിയുടെ മുൻഭാഗത്തെ ഗ്ലാസ് വൃത്തിയാക്കുകയായിരുന്നു. ഇതിനിടെയാണ് നിയന്ത്രണം വിട്ടെത്തിയ കാർ ലോറിക്ക് മുന്നിലേക്ക് ഇടിച്ചു കയറിയത്. കാർ പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് കാർ വെട്ടിപ്പൊളിച്ച് ഇരുവരെയും പുറത്തെടുത്തത്. ഉടൻ സമീപത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചു. സംഭവം അറിഞ്ഞ് കൊല്ലം കടപ്പാക്കടയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും കൊട്ടിയം പോലീസും സ്ഥലത്തെത്തിയാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. റോഡ് നിർമ്മാണത്തിനായി കരാറെടുത്ത ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടേതാണ് ടാങ്കർ ലോറി. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. പിക്കപ്പ് വാൻ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. താമരക്കുളം പച്ചക്കാട് സ്വദേശി ഹരിനാരായണനാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി കണ്ണനാകുഴിയിലായിരുന്നു അപകടം. സ്കൂട്ടറിൽ പെട്രോൾ തീർന്നോ എന്ന് നോക്കുന്നതിനിടെ വേഗത്തിൽ വന്ന പിക്കപ്പ് വാൻ മൂവരെയും ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. താമരക്കുളം പച്ചക്കാട് വിദ്യാഭവനിൽ രാധാകൃഷ്ണന്റെ മകൻ ഹരിനാരായണനാണ് അപകടത്തിൽ മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 2 പേരെ കറ്റാനത്തും തിരുവല്ലയിലുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. പുനലൂർ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് ആശുപത്രി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരികയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പരിസരത്തു നിന്നുമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ആശുപത്രിയിലെ ഫാർമസിക്ക് സമീപമായിരുന്നു കഞ്ചാവ് ചെടി വളർന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ആൾത്തിരക്കുള്ള ആശുപത്രി പരിസരത്ത് കഞ്ചാവ് ചെടി ഇത്രയും കാലം വളർന്നു നിന്നത് സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തുന്നത്. പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീരാജിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഭവത്തിൽ വിശദമായ പരിശോധന നടത്തിവരികയാണെന്ന് CI പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ആശുപത്രി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എക്സൈസ് പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് 164.43 കോടിയുടെ ബജറ്റ്. നിർധന കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനായി 1 കോടി രൂപ നീക്കിവെച്ചു. 52 കരകളിലായി 52 വീടുകൾ നിർമ്മിച്ചു നൽകും. പരബ്രഹ്മ ആശുപത്രിയിൽ കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളും ബജറ്റ് ലക്ഷ്യമിടുന്നു. 164,43,11,379 രൂപ വരവും 164,38,87,313 രൂപ ചെലവും 4,24,066 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ് അവതരിപ്പിച്ചത്.
വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുന്ന പദ്ധതിക്കായി 1 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. 52 കരകളിലായാണ് 52 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഹൈടെക് അഗതി മന്ദിരം, കൺവെൻഷൻ സെന്റർ, ശൗചാലയം, 8 കണ്ട നവീകരണം, ക്ഷേത്രക്കുളം നിർമ്മാണം എന്നിവയ്ക്ക് വേണ്ടിയും ബജറ്റിൽ തുക വകയിരുത്തി. ആശുപത്രിയിൽ കാത്ത് ലാബ്, ഡയാലിസിസിന്റെ 2ാം ബ്ലോക്ക്, ഓർത്തോ തിയേറ്റർ, ക്യാൻറ്റീൻ, ആധുനിക ലാബ് തുടങ്ങിയവയ്ക്ക് വേണ്ടിയും തുക വകയിരുത്തിയിട്ടുണ്ട്. പാരാമെഡിക്കൽ കോഴ്സ് ആരംഭിക്കാനും ബജറ്റിൽ തുക നീക്കിവെച്ചു. മനുഷ്യരാശി ആത്യന്തികമായ സമാധാനവും ആശ്വാസവും സന്തോഷവും കണ്ടെത്തുന്നത് വിശ്വാസത്തിലാണ്. മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായ വിശ്വാസത്തെ മാറ്റി നിർത്താൻ ലോകത്തെ ഒരു ഗവേഷണത്തിനും കണ്ടെത്തലിനും ഇനിയും കഴിഞ്ഞിട്ടില്ല. ഏത് ആധുനിക കണ്ടെത്തലുകൾക്കും ഗവേഷണങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് ലോകത്തെവിടെയാണെങ്കിലും അവിടുത്തെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭക്തിയോടെയും ആരാധനയോടെയുമാണ്. വിശ്വപ്രസിദ്ധരായ ശാസ്ത്രജ്ഞർക്ക് പോലും പ്രപഞ്ചശക്തിയെ നിരാകരിക്കാൻ സാധിക്കുന്നില്ല. ക്ഷേത്രങ്ങൾ കേവലം ആരാധനയുടെ ഇടം മാത്രമല്ല, മറിച്ച് മാനവികതയുടെ മഹോന്നത ഗർഭഗ്രഹങ്ങളാണ്. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ദുഃഖങ്ങളും വേദനകളും ആവശ്യങ്ങളും ഒക്കെ പരിഗണിക്കേണ്ട ബാധ്യത ഒരു ക്ഷേത്ര സങ്കേതത്തിനുണ്ട്. കാളകെട്ട് മഹോത്സവം തടസ്സപ്പെടുന്ന നിലയിൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ലെന്നും എലിവേറ്റഡ് ഹൈവേ ഓച്ചിറയിൽ അത്യന്താപേക്ഷിതമാണെന്നും ബജറ്റ് സമ്മേളനത്തിൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ഓച്ചിറ റെയിൽവേ സ്റ്റേഷനിൽ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ഗുരുവായൂർ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക, ഓച്ചിറയിൽ നിന്നും പമ്പയിലേക്ക് സ്ഥിരമായി KSRTC ബസ് സർവീസ് ആരംഭിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് രാജീവ് ആർ കടകംപള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ ഭദ്രദീപം തെളിച്ചു. വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, ട്രഷറർ സാഗർ മക്കാടം, NDV, PK വിക്രമൻ, K പത്മകുമാർ, KR കുസുമൻ, ശിവപ്രസാദ് മണ്ണാശ്ശേരി, നന്ദകുമാർ C, K പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങളെ പ്രധാനമന്ത്രി ഉപയോഗിക്കുകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP ആരോപിച്ചു. രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും കീഴ്വഴക്കങ്ങളും കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നു. അധികാരം എന്നും നിലനിർത്താനുള്ള BJPയുടെ നീക്കത്തെയാണ് പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രത്തോടുള്ള അഭിസംബോധന രാജ്യത്ത് നിലവിലുള്ള മുഴുവൻ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനമാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാൻ ഔദ്യോഗിക സംവിധാനത്തെ, പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്യുക. പ്രതിപക്ഷം ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ചുകൊണ്ടാണ്, ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ഒരു ബില്ലിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ബില്ല് പരാജയപ്പെട്ടത്. ആ ബില്ലിന്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ ഈ അവസരത്തിൽ കടന്നു പോകുന്നില്ല. സ്ത്രീ സംവരണ നിയമത്തെ അല്ല പ്രതിപക്ഷം എതിർത്ത് പരാജയപ്പെടുത്തിയത്, മറിച്ച് മണ്ഡലം പുനർനിർണയം നടത്തി നിലവിലുള്ള 543 സീറ്റ് 880 സീറ്റാക്കി വർദ്ധിപ്പിച്ച് മണ്ഡലം പുനർനിർണയം നടത്തി അധികാരം പിടിച്ചെടുത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള BJPയുടെ തന്ത്രപരമായ നീക്കത്തെയാണ് സത്യത്തിൽ പ്രതിപക്ഷം കെട്ടുറപ്പോടെ ഐക്യത്തോടുകൂടി പ്രതിരോധിച്ചത്, അതിജീവിച്ചത്. അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട്, ദൂരദർശൻ അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ അവർക്കെതിരായി ആക്ഷേപം ചൊരിയുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി ഭരണ സംവിധാനത്തെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അപമാനകരമായിട്ടുള്ള അവസ്ഥയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഏറ്റവും കൂടുതൽ തരം താഴ്ന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. അതൊരിക്കലും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല. പ്രധാനമന്ത്രിയുടെ ദൂരദർശൻ വഴിയുള്ള പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി CPIM. പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ നടത്തിയത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത് നടത്തിയത് ചട്ടലംഘനമാണ്. ഗണേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരിക്കുമ്പോൾ ഇത് നടക്കുമെന്നും MA ബേബി പറഞ്ഞു. BJPക്ക് വേണ്ടി ഇടപെടൽ നടത്തുകയാണെന്നും MA ബേബി ആരോപിച്ചു. പ്രധാനമന്ത്രിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി CPIM. പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ നടത്തിയത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത് നടത്തിയത് ചട്ടലംഘനമാണ്. ഗണേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരിക്കുമ്പോൾ ഇത് നടക്കുമെന്നും CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJPക്ക് വേണ്ടി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇടപെടൽ നടത്തുകയാണ്. സത്യവിരുദ്ധമായ പ്രചരണമാണ് അമിത്ഷാ ബംഗാളിൽ നടത്തുന്നത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചത്. വനിതാ സംവരണ ബിൽ പാസാക്കാൻ കഴിയാതെ വന്നതോടെ മോദിക്കും കൂട്ടർക്കും മുഖത്തടിയേറ്റു. വനിതാ സംവരണ ബിൽ നേരത്തെ കൊണ്ടുവരാമായിരുന്നു, അത് ചെയ്തില്ല. രാഷ്ട്രീയ നേട്ടത്തിനായി BJP ശ്രമിക്കുകയായിരുന്നെന്നും MA ബേബി ആരോപിച്ചു.
ദൂരദർശൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമായിരുന്നു. ഇത് ബംഗാളിലും തമിഴ്നാട്ടിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരവേ ആ ചട്ടങ്ങളുടെ നഗ്നമായ ഒരു ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയ പ്രചരണം നടത്താം, പ്രതിപക്ഷത്തെ ആക്രമിക്കാം, ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ പോയി പ്രസംഗിക്കാം. പക്ഷെ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ദൂരദർശനും ആകാശവാണിയും ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം MCC മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അതിന്റെ സെക്ഷൻ 4 അവിടെ നൽകിയിട്ടുള്ള ശീർഷകം പാർട്ടി ഇൻ പവർ, അധികാരത്തിലിരിക്കുന്ന പാർട്ടി പെരുമാറേണ്ടത് സംബന്ധിച്ച വ്യവസ്ഥകളാണ്. ഇപ്രകാരമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്: ഇഷ്യൂ ഓഫ് അഡ്വർടൈസ്മെന്റ് അറ്റ് ദ കോസ്റ്റ് ഓഫ് പബ്ലിക് എക്സ്ചെക്കർ in the newspapers and other media and the misuse of official media during the election period for partisan coverage of political news and publicity regarding achievements with a view to furthering the prospects of the party in power shall be scrupulously avoided. TN ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നെങ്കിൽ നരേന്ദ്രമോദി അനുഭവിച്ചേനെയെന്നും MABB പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറയിൽ ക്ഷേത്രോത്സവത്തിനിടെ വടിവാൾ വീശി യുവാവിന്റെ പരാക്രമം. കുണ്ടറ സ്വദേശി അജോയ് അശോകനാണ് വടിവാൾ വീശി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ആളുകളെ ആക്രമിക്കുകയും ചെയ്തത്. ഞാലിയോട് അമ്പിപ്പൊയ്ക ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. അജോയ് അശോകന്റെ സഹോദരൻ 2 മാസം മുമ്പ് ഒരു വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. സഹോദരൻ മരിച്ചതിനാൽ ഉത്സവം നടത്തരുതെന്ന് ഇയാൾ പലതവണ ഭരണസമിതി ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ കാര്യം ആവശ്യപ്പെട്ട് ഭരണസമിതി കമ്മിറ്റി കൂടുന്ന സമയത്ത് ഓഫീസിലെത്തി ഇയാൾ ബഹളം വയ്ക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇതിനെതിരെ ഭാരവാഹികൾ നേരത്തെ തന്നെ പോലീസിൽ പരാതിയും നൽകി. നാട്ടിലെ വിവിധ കുടുംബങ്ങൾ ചേർന്ന് നടത്തുന്ന ഉത്സവമായതിനാൽ മുടക്കം കൂടാതെ ഉത്സവം നടത്താനായിരുന്നു ഭരണസമിതിയുടെ തീരുമാനം. ഇതിൽ പ്രകോപിതനായാണ് അജോയ് ഉത്സവം നടക്കുന്നതിനിടെ സുഹൃത്തിനൊപ്പമെത്തി അക്രമം നടത്തിയത്. ആദ്യം വടിവാൾ വീശി ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയയാൾ പിന്നീട് അക്രമം അഴിച്ചുവിട്ടു. ഇത് തടയാൻ ശ്രമിച്ച 3 പേർക്ക് പരിക്കേൽക്കുകയും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഭരണസമിതി വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. കുണ്ടറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊടും ചൂടിന് ആശ്വാസമാകുന്നു. തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ അന്തരീക്ഷം പരക്കെ മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ 22-ാം തീയതി വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. തിങ്കളാഴ്ച എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വീണ്ടും റെക്കോർഡ്. 117.15 ദശലക്ഷം യൂണിറ്റാണ് കഴിഞ്ഞ ദിവസത്തെ ഉപഭോഗം. സംസ്ഥാനത്ത് പവർ കട്ടിനോ ലോഡ് ഷെഡിങ്ങിനോ ഉള്ള സാഹചര്യം ഉണ്ടെന്നും എന്നാൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സ്വീകരിച്ചു വരികയുമാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വീണ്ടും റെക്കോർഡ്. തുടർച്ചയായ 2ാം ദിവസവും വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിലയിലെത്തുന്നത് ആദ്യമാണ്. കഴിഞ്ഞ ദിവസത്തെ ഉപയോഗം 117.15 ദശലക്ഷം യൂണിറ്റാണ്. ശനിയാഴ്ച വൈകിട്ടത്തെ ആവശ്യകത 6033 മെഗാവാട്ട് ആയിരുന്നു. സംസ്ഥാനത്ത് പവർ കട്ടിനും ലോഡ് ഷെഡിങ്ങിനുമുള്ള സാഹചര്യമുണ്ട്. എന്നാൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസവും വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ എത്തിയിരുന്നു. എല്ലാ റെക്കോർഡും ഭേദിച്ച് വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയരുകയാണ്.
ഏപ്രിൽ 17-നാണ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗം രേഖപ്പെടുത്തിയത്. മൊത്തം വൈദ്യുതി ഉപയോഗം 116.11 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. 2024 മെയ് 3-ന് രേഖപ്പെടുത്തിയ 115.94 ദശലക്ഷം യൂണിറ്റിനെയാണ് ഇപ്പോൾ മറികടന്നിട്ടുള്ളത്. ഏപ്രിൽ 14-ന് വൈദ്യുതി ആവശ്യകത 6012 മെഗാവാട്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലുവാതുക്കൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് സംഭവം. പാരിപ്പള്ളി പുലിക്കുഴിക്ക് സമീപം തൊളിക്കോട് സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6:30-യോടെ കെട്ടിട ഉടമയാണ് മൃതദേഹം രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. പാരിപ്പള്ളി പുലിക്കുഴിക്ക് സമീപം തൊളിക്കോട് ചരുവിള വീട്ടിൽ 65-കാരനായ രവീന്ദ്രനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6:30-യോടെ കെട്ടിട ഉടമയാണ് മൃതദേഹം രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. കെട്ടിടത്തിന്റെ 2ാം നിലയിലായിരുന്നു മൃതദേഹം. കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന രവീന്ദ്രൻ കല്ലുവാതുക്കൽ പാരിപ്പള്ളി ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കാറുള്ളയാളാണെന്ന് നാട്ടുകാർ പറയുന്നു. വൈകുന്നേരങ്ങളിൽ ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ അഭയം പ്രാപിക്കാറാണ് പതിവ്. വീഴ്ച മൂലമോ അതോ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ നടന്നതാണോ മരണകാരണമെന്ന് പോലീസ് അന്വേഷിക്കുന്നു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പാരിപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മുളങ്കാടുകൾക്ക് തീപിടിച്ചു. ചവറ മുകുന്ദപുരം ചോലയിലാണ് സംഭവം. അഗ്നിരക്ഷാസേന 1.5 മണിക്കൂറിലധികം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചവറ മുകുന്ദപുരം ചോലയിൽ പാടത്താണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മുളങ്കാടുകൾക്ക് തീപിടിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് ചവറ അഗ്നിരക്ഷാസേനാ സംഘം 1.5 മണിക്കൂർ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കാടുമൂടിയ മുളങ്കാടുകൾ കേന്ദ്രീകരിച്ച് മദ്യം, മയക്കുമരുന്ന് വിൽക്കുന്ന സംഘങ്ങൾ സജീവമാണ്. ഇവിടെ സംഘർഷങ്ങളും പതിവാണെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച അവധി ദിനമായിരുന്നതിനാൽ മദ്യപിക്കാനുൾപ്പെടെ ഒട്ടേറെ പേർ മുളങ്കാടുകളിൽ എത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇവരിൽ ആരോ മനഃപൂർവ്വം തീയിട്ടതാണെന്നാണ് സംശയം. തീ അണയ്ക്കുന്നതിനിടയിൽ ഒട്ടേറെ ഒഴിഞ്ഞ മദ്യക്കുപ്പികളുടെ ശേഖരവും അഗ്നിരക്ഷാസേന കണ്ടെത്തി. ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിയായതിനാൽ പോലീസും ഇവിടെ കാര്യമായി ശ്രദ്ധിക്കാറില്ല. ഇത് കാരണം വിദൂരങ്ങളിൽ നിന്ന് പോലും പകലും രാത്രിയും ഇവിടം കേന്ദ്രമാക്കി സാമൂഹ്യ വിരുദ്ധർ താവളമടിക്കാറുണ്ട്. അസിസ്റ്റന്റ് ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ജയരാജ, സോബേഷ്, ശരത് കുമാർ, ബോബൻ, ശ്യാംകുമാർ, ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 പേർ മരിച്ചു. കൊട്ടിയത്ത് നിർത്തിയിട്ട ടാങ്കർ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറി 2 മരണം. മാവേലിക്കര ചാരുമൂട്ടിൽ പിക്കപ്പ് വാൻ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങളെ പ്രധാനമന്ത്രി ഉപയോഗിക്കുകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP. രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും കീഴ്വഴക്കങ്ങളും കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നു. അധികാരം എന്നും നിലനിർത്താനുള്ള BJPയുടെ നീക്കത്തെയാണ് പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതെന്നും പ്രേമചന്ദ്രൻ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. ഫാർമസിക്ക് സമീപത്തു നിന്നുമാണ് ചെടി കണ്ടെത്തിയത്. ആശുപത്രി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എക്സൈസ് പരിശോധിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.